ജീവിതത്തിൽ നമ്മൾ സെഗ്മെൻറ്റ് ഇൻറ്റൻറ്റ് ചെയ്യാന്ന് പറയും. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഒരു ഫർസ ഹോട്ടലിൽ നിന്ന് ഇങ്ങനെ ഒരു പാർസൽ ഓർഡർ ചെയ്ത് ഇങ്ങനെ നിൽക്കണം. അപ്പോൾ എനിക്കിതിന് വേണ്ടിയിട്ട് കുറച്ച് നേരം ഇങ്ങനെ കാത്തു നിൽക്കണം. അപ്പോൾ കാത്തു നിന്ന് ഇരുന്നാൽ നമുക്കത് ആരോഗ്യത്തിന് അത്ര ഉപകാരം കിട്ടില്ല. അപ്പോൾ ഞാൻ മെല്ലെ ഒരു 5 മിനിറ്റ് നേരത്തേക്ക് സെഗ്മെൻറ്റ് ഇൻറ്റൻറ്റ് ചെയ്തു. 5 മിനിറ്റ് ഇതിലെങ്ങനെ പരിസരത്തിലൂടെ നടക്കുക, പിന്നെ എന്തെങ്കിലും ഒരു ഓഡിയോ ബുക്ക് കേൾക്കുക, അങ്ങനെ ഒരു ഇത് ചെയ്തിട്ട് ഇങ്ങനെ നടക്കുക. മനസ്സിലല്ലേ? അപ്പോൾ നമുക്കൊരിക്കലും നമ്മളെ പല കാര്യങ്ങളും ചിലപ്പോൾ ഇലാസ്റ്റിക് ആകുക എന്ന് പറയും. ഇലാസ്റ്റിക് നമ്മൾ നീട്ടി വലിച്ചെടുക്കുക. നമ്മളിപ്പോൾ ഒരു ദിവസം ഇത്ര തന്നെ നമ്മളിത് ചെയ്യണമെന്നൊന്നുമില്ല, ഇത്ര തന്നെ നമ്മൾ ഫിക്സഡായിട്ടൊരു എക്സസൈസ് ചെയ്യണമെന്നൊന്നുമില്ല. ഇങ്ങനെ അപൂർവമായിട്ട് വീണ് കിട്ടുന്ന സമയങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ എക്സസൈസ് ചെയ്യാം. എന്നിട്ട് എന്തെങ്കിലും ഒരു കൊച്ചു സമയങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്യാം. ഇലാസ്റ്റിക്സിസായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ ഒന്ന് രാവിലെ തന്നെ വ്യായാമം ചെയ്യണമെന്നൊന്നുമില്ല. നമുക്കിഷ്ടമുള്ള ഒരു സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിഷ്ടമുള്ള വ്യായാമമൊക്കെ ചെയ്തു പോകാം. അപ്പോൾ ഞാൻ എന്താ ഇവിടെ ഇങ്ങനെ നടന്നു വരിക, ഒരു കുഴപ്പമില്ല, അടിപൊളിയായിട്ട് ഇങ്ങനെ നടന്ന് ഉഷാറായിട്ട് പൊരിച്ച് നടത്തം കിട്ടി. ഇനിയിപ്പോൾ ഇതിലിങ്ങനെ കറങ്ങി അതിലെങ്ങനെ നടന്നു വരുമ്പോഴേക്ക് എൻ്റെ എക്സസൈസിൻ്റെ കോട്ട ഇന്ന് രാവിലെ എനിക്ക് ഫില്ല് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും അത് ഫില്ല് ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാവും. മനസ്സിലായില്ലേ? അപ്പോൾ അതുപോലെ ആയിരിക്കണം. നമുക്ക് വെറുതെ കുത്തിയിരിക്കരുത്. കുത്തിരിക്കുന്ന സമയത്ത് നമ്മൾ അപ്പോഴേക്കൊരു ടെമ്പററി പ്ലാൻ ഉണ്ടാക്കുക. അത് നമ്മളെ മേജർ ഗോളിന് വേണ്ടിയിട്ട് ഡിസൈഡ് ചെയ്യുക. മനസ്സിലായില്ല? നിങ്ങൾ എന്തിനു വേണ്ടി സെഗ്മെൻറ്റ് ഇൻറ്റൻറ്റ് ചെയ്യും എന്ന് പറയാം. സെഗ്മെൻറ്റ് ഇൻറ്റൻറ്റ് എന്ന് പറയുമ്പോൾ ഇത്രയാണ്, നമ്മൾ കുറച്ച് സമയം എടുക്കുന്നു, ആ സമയത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു പദ്ധതി ഉണ്ടാക്കുന്നു. അപ്പോൾ 2 പദ്ധതി ഞാൻ ഉണ്ടാക്കിയത്, നടക്കുകയും ചെയ്യുക, ഞാൻ ചെയ്യുന്ന ഓൺലൈൻ കോഴ്സിൻ്റെ കുറച്ച് മെറ്റീരിയൽ കേൾക്കുകയും ചെയ്യുക. രണ്ടും സക്സസ്ഫുള്ളായിട്ട് മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ. ഓക്കെ.